ആൻറ്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന മരുന്ന്. ആൻറ്റിബയോട്ടിക് ആയി ഉപയോഗിക്കുന്ന മരുന്ന്. ഉത്തരം ഓപ്ഷൻ ബി അമോക്സിലിൻ. പെനിൻസിലിൻ, അമോക്സിലിൻ, ആംപിസിലിൻ ഇവയാണ് ആൻറ്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ. ആദ്യമായി ശുക്രസംതരണം പ്രവചിച്ചത്. ശുക്രസംതരണം പ്രവചിച്ചത്. ഉത്തരം ഓപ്ഷൻ എ കെപ്ലർ. കാൾ കെപ്ലർ ആണ് ട്രാൻസിറ്റ് ഓഫ് വീനസ് ആദ്യമായി പ്രവചിച്ചത്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ്. റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ എ ഓം. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. കാരണം. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. കാരണം അതിൻ്റെ സ്ഫോടന സാധ്യതയാണ്. STPയിൽ 10 മോൾ അമോണിയ വാതകത്തിൻ്റെ വ്യാപ്തം. ഉത്തരം ഓപ്ഷൻ ബി 224 ലിറ്റർ. 10 × 22.4 ചെയ്യുമ്പോഴാണ് നമുക്ക് 224 ലിറ്റർ കിട്ടുന്നത്. 1 മോൾ അമോണിയയുടെ വ്യാപ്തമാണ് 22.4. അപ്പോൾ ആകെ 224 ലിറ്റർ. പാഴ്സനിക് എന്നത് എത്ര പ്രകാശവർഷമാണ്? പാഴ്സനിക് എന്നത് എത്ര പ്രകാശവർഷമാണ്? ഉത്തരം ഓപ്ഷൻ സി 3.26. റാഫേൽ നദാൽ ഏത് രാജ്യത്തിൻ്റെ ടെന്നീസ് താരമാണ്? റാഫേൽ നദാൽ ഏത് രാജ്യത്തിൻ്റെ ടെന്നീസ് താരമാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്പെയിൻ. സ്പെയിനിലെ താരമാണ് റാഫേൽ നദാൽ. വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ. വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ സി PK നാരായണൻ നമ്പ്യാർ. PK നാരായണൻ നമ്പ്യാരാണ് ആദ്യത്തെ പത്മശ്രീ നേടിയ കലാകാരൻ. ക്രിസ്റ്റീന ഫെർണാണ്ടസ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്? ക്രിസ്റ്റീന ഫെർണാണ്ടസ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അർജന്റീനയിലെ പ്രസിഡന്റായിരുന്നു ക്രിസ്റ്റീന ഫെർണാണ്ടസ്. 2012 സ്വരാജ് അവാർഡ് നേടിയ പഞ്ചായത്ത്. 2012 സ്വരാജ് അവാർഡ് നേടിയ പഞ്ചായത്ത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നെടുമ്പന പഞ്ചായത്ത്.